കായംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ലീഗ് നേതാവ് എ ഇർഷാദിനെതിരെ കേസ്. ആലപ്പുഴ ജില്ലാ കളക്ടറാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഇത്തരത്തിൽ കേരളത്തിൽ നല്ല ഒരിടത്തും അനാവശ്യമായി ഒരു സ്ത്രീയെയും അപമാനിച്ചുകൊണ്ട് 10 വോട്ട് കൂടുതൽ നേടാനായിട്ട് ദയവ് ചെയ്ത് ഒരാളും ശ്രമിക്കുക. കായംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ലീഗ് നേതാവ് എ ഇർഷാദിനെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. ആലപ്പുഴ ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. വ്യക്തിഹത്യയും ആക്ഷേപകരവുമായ പരാമർശം നടത്തിയ സംഭവത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. സംഭവത്തിൽ എത്രയും വേഗം നടപടിയെടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മാധ്യമ വാർത്തകളും സാമൂഹിക മാധ്യമ പോസ്റ്റുകളും മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പരിശോധിച്ച് മാതൃകാ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച ജില്ലാതല കമ്മിറ്റിക്ക് കൈമാറുകയും സ്ക്രീനിംഗ് കമ്മിറ്റി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തീരുമാനം എടുക്കുകയുമായിരുന്നു. സ്ത്രീകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തൽ, തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അടിസ്ഥാനരഹിതമായ പ്രസ്താവന നടത്തൽ, തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള തെറ്റായ പ്രസ്താവന നടത്തൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കാനാണ് നിർദ്ദേശം. ലീഗ് കായംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് എ ഇർഷാദാണ് യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. UDF സ്ഥാനാർത്ഥി M ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു സംഭവം. ജനപ്രതിനിധി എന്ന നിലയിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും വാക്ചാതുരി കൊണ്ടും ശരീര അഴവ് കൊണ്ടും അത് വിൽപ്പനയ്ക്ക് വെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്നായിരുന്നു ഇർഷാദിന്റെ വിവാദ പരാമർശം. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാക്ക് ചാതുരി കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ എന്നുള്ള രീതിയിൽ ബൂത്ത് തലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പരമാവധി വോട്ട് നേടിക്കൊടുത്തുകൊണ്ട് ലിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിയമസഭയിലേക്ക് പറഞ്ഞു വിടുവാനും ഈ പറയുന്ന MLA ഇവിടെ നിന്നും പറഞ്ഞു വിടുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. സംഭവത്തിന് പിന്നാലെ ഇർഷാദിനെ ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. നിയോജകമണ്ഡലം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. ഇതേസമയം ഇർഷാദിനെതിരെ യു പ്രതിഭ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.